എല്ലാവർക്കും നമസ്കാരം. പ്രതികരണ വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. പാലക്കാട് നിന്നും ദിവാകരൻ നമ്പൂതിരി ഒരു കാര്യം ചോദിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട കൃഷ്ണകുമാർ, താങ്കളുടെ പ്രഭാഷണം ഞാൻ കേൾക്കാറുണ്ട്, വേദിയിലും നേരിട്ട് കേട്ടിട്ടുണ്ട്. എനിക്ക് ഒരു സഹായം വേണം. സഹായം മറ്റൊന്നുമല്ല, മഹാഭാരതത്തിൽ ഭീഷ്മർ മഹാപാതകം ചെയ്തു എന്നും അതിൻ്റെ ഫലമായിട്ടാണ് ശരശയ്യയിൽ കിടന്ന് ദുരിതം അനുഭവിക്കേണ്ടി വന്നത് എന്നും ഒരു പ്രഭാഷകൻ പറയുകയുണ്ടായി. പ്രഭാഷകൻ മാത്രമല്ല, ഒരു പ്രസിദ്ധ സ്വാമിജിയും ഇത് പറയുകയുണ്ടായി. എനിക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അതിന് കാരണം പറയുന്നത്, നിറഞ്ഞ സദസ്സിൽ വെച്ച് പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്ത സമയത്ത് ഭീഷ്മർ മൗനമായിരുന്നു എന്നുള്ളതാണ്. ഇതെത്ര കണ്ട് ശരിയാണ്? എനിക്കിത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അതിനെപ്പറ്റി ഒരു വിശദീകരണം തരാമോ? ഇത് പലരും ഇത് പറയാറുണ്ട്. സത്യത്തിൽ മഹാഭാരതം ശരിക്കും ശ്രദ്ധിച്ചിട്ടാണോ ഇവരിതൊക്കെ പറയുന്നത് എന്ന് സംശയം തോന്നിപ്പോകും. ഒന്നാമത്, ചൂതുകളി മുതൽ ഇങ്ങോട്ട് അധർമ്മം വന്നിട്ടുണ്ട്. അവിടെ ചൂതുകളിക്ക് ക്ഷണിച്ച സമയത്ത് കള്ളച്ചൂതാണ് ഇവർ കളിക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ടും പിന്നെന്തിന് കളിക്ക് പോയി യുധിഷ്ഠിരൻ എന്ന ചോദ്യം അവിടെ അവശേഷിക്കുന്നു. ദുര്യോധനന് പകരം ശകുനിയാണ് ചൂത് കളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ യുധിഷ്ഠിരന് പകരം എന്തുകൊണ്ട് കൃഷ്ണനെ ഏർപ്പാടാക്കിക്കൂടാ? ഒരിക്കൽ ഉദ്ധവർ കൃഷ്ണനോട് ചോദിക്കുക തന്നെ ചെയ്തു, ഭഗവാൻ ഏത് സമയത്തും പാണ്ഡവന്മാരുടെ കൂടെ ഉള്ള ആളാണല്ലോ, എന്തുകൊണ്ടാണ് ഈ സമയത്ത്, ഈ അപകടം പിടിച്ച സമയത്ത് ഒഴിഞ്ഞു മാറിയത് എന്ന്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, എന്നെ വിളിക്കുന്നിടത്തല്ലേ ഞാൻ ചെല്ലുക, എന്നെ വിളിച്ചിട്ടില്ല. മാത്രവുമല്ല, ഞാൻ അവിടെ വരരുത് എന്നായിരുന്നു യുധിഷ്ഠിരൻ്റെ ചിന്ത. ഞാൻ എന്ത് ചെയ്യും? എന്നെ ആകെ ഒരാളെ വിളിച്ചിട്ടുള്ളൂ, പാഞ്ചാലി. ആ സമയത്ത് ഞാൻ അവിടെ ചെല്ലുകയും സഹായിക്കുകയും ചെയ്തു എന്നാണ് ഭഗവാൻ മറുപടി പറഞ്ഞത്. അപ്പോൾ അവിടെ ഒരു തെറ്റ് യുധിഷ്ഠിരൻ്റെ പക്ഷത്തുണ്ട്. ഒരാൾക്ക് പകരം മറ്റൊരാൾ കളിക്കുക എന്നുള്ളത് നിയമമല്ല, എങ്കിലും ഞാനത് അംഗീകരിക്കുന്നു എന്നാണ് യുധിഷ്ഠിരൻ പറയുന്നത്. കള്ളച്ചൂതാണ് കളിച്ചത് എന്ന് ഉറപ്പുണ്ടായിട്ടും അതിനെ അംഗീകരിക്കുകയാണ്. കള്ളച്ചൂതാണ്, ഇത് ബാധകമല്ല എനിക്ക് എന്ന് പറയാമായിരുന്നു, പറഞ്ഞില്ല. അതാരുടെ തെറ്റ്? യുധിഷ്ഠിരൻ്റെ തെറ്റ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെയാണ് ഏറ്റവും വലിയ തെറ്റ്, പണയം വയ്ക്കുക. സ്വത്ത് പണയം വെച്ചു, അത് പോകട്ടെ. പിന്നെ ഓരോരുത്തരെയും, സഹോദരന്മാരെയൊക്കെ പണയം വെച്ചു. ഇത് എന്തുകൊണ്ട്? മൂത്ത ജ്യേഷ്ഠനാണ് എന്നൊരു കാരണത്താൽ അവർ എതിർത്തില്ല എന്നല്ലേ ഉള്ളൂ. ശരിക്കും അതാ ധർമ്മമല്ലേ? പിന്നെ ഇതൊന്നും പെടാത്ത പാഞ്ചാലിയെ പണയം വെച്ചു. പണയം വെച്ചതെപ്പോഴാ? സ്വയം പണയപ്പെടുത്തിയതിന് ശേഷം. അപ്പോൾ ഇങ്ങനെയൊക്കെ അവിടെ അപകടം നടന്നിട്ടുണ്ട്. അതൊക്കെ പോയി. പിന്നെ വസ്ത്രാക്ഷേപ സമയത്ത് എന്ന് പറയുമ്പോൾ ഇനി ആദ്യത്തെ ഭാഗമൊന്നും നമുക്ക് നോക്കാം. ശരശയിൽ കിടന്നത് ഇതിൻ്റെ ദുരിതമാണ്, ഇതിൻ്റെ പാപഫലമാണ്, ശാപഫലമാണ് എന്നൊക്കെയാണല്ലോ പറയുന്നത്. പക്ഷേ സ്വച്ഛന്ത മൃത്യു എന്ന വരം ലഭിച്ച ആളാണ് ഭീഷ്മർ. ഭീഷ്മർ തന്നെയല്ലേ ഈ വഴി പറഞ്ഞു കൊടുത്തത്? യുധിഷ്ഠിരൻ ചെന്ന് ചോദിച്ചു, പിതാമഹ, അങ്ങയെ എങ്ങനെയാണ് ഞങ്ങൾ വീഴ്ത്തേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ, ആണ് വന്നാലും പെണ്ണ് വന്നാലും ഞാൻ ആയുധമെടുക്കും, ആണും പെണ്ണും കെട്ടവൻ ഒരുത്തൻ വന്നാൽ ഞാൻ ആയുധം താഴെ വയ്ക്കാം, അപ്പോൾ അർജുനൻ എന്നെ വീഴ്ത്താം, അങ്ങനെ ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ, ശിഖണ്ഡി എന്നാണ് പറഞ്ഞത്. അങ്ങനെ ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി ആ സമയത്ത് ആയുധം വെച്ചു. പിന്നെ പിന്നിൽ നിന്ന് അസ്ത്രം അയച്ചിട്ടാണ് ഭീഷ്മർ വീണത്. അത് ഭീഷ്മർ തന്നെ ഉപദേശിച്ചു കൊടുത്തതാണ്. എന്നിട്ട് എങ്ങനെ വേണമെങ്കിലും ഭീഷ്മർക്ക് മരിക്കാമായിരുന്നു. പക്ഷേ ശരശയ്യ ഭീഷ്മർ സ്വയം സ്വീകരിച്ചതാണ്. സ്വയം സ്വീകരിച്ചു എന്ന് മാത്രമല്ല, അവിടെ കിടന്നുകൊണ്ടാണ് വിഷ്ണു സഹസ്രനാമം ചൊല്ലിയത്. ഭഗവാൻ കൃഷ്ണൻ്റെ മുഖത്ത് നോക്കി. മാത്രമല്ല, തനിക്ക് ഉപദേശിക്കാൻ കഴിയുമായിരുന്നിട്ടും ഉപദേശിക്കാതെ ഭീഷ്മരെ കൊണ്ട് തത്വോപദേശം, രാഷ്ട്രതന്ത്രം, ധർമ്മോപദേശം ഇതൊക്കെ ചെയ്തത് ഭഗവാൻ കൃഷ്ണനാണ്. ഭീഷ്മരെ കൊണ്ടാണ് ചെയ്യിച്ചത്. ഒരു പാപിക്ക് അല്ലെങ്കിൽ ഒരു ശാപം കിട്ടിയ ആൾക്ക് ലഭിക്കുന്ന അവസരമാണോ ഇത്?
ഭഗവാന്റെ മുഖത്ത് നോക്കി വിഷ്ണു സഹസ്രനാമം ചൊല്ലാനുള്ള കഴിവ് ലഭിക്കുക. ഒരു ദുരിതം അനുഭവിക്കുന്ന ആൾക്ക് പറ്റുന്നതാണോ അത്? ദുരിതം നമുക്കല്ലേ അനുഭവിക്കുന്നത്. അദ്ദേഹത്തിന് അത് ദുരിതമായിട്ട് തോന്നിയിട്ടില്ല ശരശയ്യയിൽ കിടക്കുന്നത്. എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ കാണാം. നമ്മൾ എന്തെങ്കിലും ഉദ്ദേശിച്ച് ഓടിപ്പോവുക, അല്ലെങ്കിൽ ആരെങ്കിലും കാണാൻ വേണ്ടി, അല്ലെങ്കിൽ പേടിച്ച് ഓടിപ്പോവുക, കല്ലോ മുള്ളോ വല്ലതും തട്ടി നമ്മുടെ കാല് മുറിഞ്ഞിട്ടുണ്ടാവും, നമ്മൾ അറിയുന്നില്ല. നമ്മളെന്തോ കുറേ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ആ വേദനിക്കുമ്പോഴാണ് അറിയുന്നത് എന്താണെന്ന്. ആ സമയത്ത് അറിയുന്നില്ല. എന്തുകൊണ്ട്? മനസ്സ് അവിടെയൊന്നുമല്ല. അതേപോലെ തന്നെ ഈ ശരശയ്യയിലല്ല മനസ്സ് മുഴുവൻ ഭഗവാനിലാണ്, ഈശ്വരനിൽ സമർപ്പിച്ചിരിക്കുക. അതുകൊണ്ട് വേദന തന്നെ അറിയുന്നില്ല. ഭീഷ്മരെ സംബന്ധിച്ചിടത്തോളം അത് ദുരിതവുമല്ല. ഒന്ന്. ഇനി തിരിച്ചിങ്ങോട്ട് വരാം. ചൂതിന് അനുമതി നൽകിയതാരാ? ധൃതരാഷ്ട്രൻ അല്ലേ? അങ്ങനെ എല്ലാം പണയം വെച്ച് കഴിഞ്ഞിട്ട് പിന്നെയാണ് ഈ വസ്ത്രാക്ഷേപം നടക്കുന്നത്, പാഞ്ചാലിയെ കൊണ്ടുവന്നിട്ട് അല്ലേ? ആ സമയത്ത് ഭീഷ്മർ അവിടെയുണ്ട്, ദ്രോണാചാര്യരുണ്ട്, കൃപാചാര്യരുണ്ട്, എല്ലാ ആൾക്കാരും അവിടെയുണ്ട്. എന്നിട്ടും ഈ സാഹസത്തിന് മുതിർന്നുവെങ്കിൽ ഭീഷ്മർ പറഞ്ഞാൽ കേൾക്കുമോ ദുര്യോധനൻ? കേൾക്കില്ല. പിന്നെ എന്ത് ചെയ്യണം? ആയുധമെടുക്കണം ഭീഷ്മർ. ആയുധമെടുത്ത് യുദ്ധം ചെയ്ത് ധൃതരാഷ്ട്രയെ തടവറയിലാക്കണം. ഈ കൗരവന്മാരെ മുഴുവനും വധിക്കുകയോ അല്ലെങ്കിൽ തടവറയിലാക്കുകയോ ചെയ്യണം. എന്നതിന് ശേഷം രാജ്യം ഏറ്റെടുക്കണം. പക്ഷെ ഒരിക്കലും ഞാൻ രാജാവകാശിയാവില്ല എന്ന് അദ്ദേഹം ശപഥം ചെയ്തിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്യും? പിന്നെ മൗനമായിരിക്കുക. എന്താ കാരണം? ഇത് അവരുടെ നാശത്തിന് അവർ തന്നെ വരുത്തി വയ്ക്കുന്നതാണ്. അപ്പം സ്വയം നശിച്ചു പോകട്ടെ. ഇതൊരു രാഷ്ട്രതന്ത്രമാണ്. ദുഷ്ടനായ ഈ ദുസ്സാസനൻ്റെ മാറു പിളർന്ന ചോര കൊണ്ട് ഭീമസേനൻ കെട്ടിത്തന്നാലേ എൻ്റെ തലമുടി ഞാൻ കെട്ടുകയുള്ളൂ എന്നും പറഞ്ഞ് പാഞ്ചാലി അഴിച്ചിട്ടു എന്നാണ് കഥ. അപ്പം അങ്ങനെയൊന്നും സംഭവിക്കണ്ടേ? അതിവരുടെ നാശത്തിന് വേണ്ടിയിട്ടല്ലേ? അപ്പം നശിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുക. അതാണ് ഭീഷ്മർ ചെയ്തത്. ഇന്നും അതല്ലേ ചെയ്യുന്നത്. ഇന്നത്തെ നമ്മുടെ ഭരണകൂടം അത് തന്നെയല്ലേ ചെയ്യുന്നത്. ബംഗാളിൽ മമതാ ബാനർജിയെ പുറത്താക്കാൻ എത്രയോ അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതൊന്നും ചെയ്തില്ല. സ്വയം നശിക്കട്ടെ. അവസാനം എന്തായി? സ്വയം നശിക്കുന്നതോടുകൂടി നമ്മുടെ ഒരു താങ്ങും കൂടി. ഇപ്പം ബംഗാളിലെ അവസ്ഥ എന്താണ്? അതന്നെയാണ് ചെയ്തത്. പിന്നെ ഞാൻ ഉണ്ട ചോറിന് നന്ദി കാണിക്കുകയാണ്. നിങ്ങളൊക്കെ അല്ലെങ്കിൽ ഇവരൊക്കെ ദുര്യോധനന് വേണ്ടിയിട്ടാണെന്ന് കരുതി. അല്ല, രാജ്യത്തിന് വേണ്ടിയിട്ടാണ് ഭീഷ്മർ അത് പറഞ്ഞത്. ഭീഷ്മർ അവിടെ തന്നെയാണ് നിൽക്കേണ്ടത്. ഹസ്തിനപുരിയിലാണ് നിൽക്കേണ്ടത്. പാണ്ഡവന്മാർ എന്ന് പറഞ്ഞ ധാർമ്മികമായി മനുഷ്യത്വപരമായ ധാർമ്മികത അനുസരിച്ച് പാണ്ഡവരുടെ അടുത്ത് ധർമ്മം കണ്ടേക്കാം. പക്ഷെ രാഷ്ട്രതന്ത്രം നിമിത്തം, രാഷ്ട്രീയ തന്ത്രം, അതിൽ രാജ്യത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ പട്ടാളക്കാരുണ്ടല്ലോ, ഈ കരസേനാ മേധാവികൾ, അല്ലെങ്കിൽ വ്യോമസേനാ മേധാവികൾ, നാവികസേനാ മേധാവികൾ, ഇവരൊക്കെ നിലകൊള്ളുന്നത് ആഭ്യന്തരമന്ത്രിക്ക് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്ക് വേണ്ടിയിട്ടോ? അല്ല, അവർ രാജ്യത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ കരുതുന്നത് അങ്ങനെയാണ്. അവർ രാജ്യത്തിന് വേണ്ടിയിട്ടാണ്. അതേമാതിരി ഭീഷ്മർ ഹസ്തനപുരിക്ക് വേണ്ടിയിട്ടാണ് നിലകൊണ്ടത്, അല്ലാതെ ദുര്യോധനന് വേണ്ടിയിട്ടല്ല. ഇത് കാണാനുള്ള കഴിവില്ല, അതുകൊണ്ടാണ്. പിന്നെ സ്വന്തം നാട്ടിൽ അധർമ്മം നടക്കുന്നു, അത് സ്വയം നശിക്കട്ടെ. അതല്ലേ സംഭവിച്ചത്. ഇതിനൊരു പരിഹാരം ശ്രീകൃഷ്ണൻ കാണും എന്നൊരു ഉറപ്പ് ഭീഷ്മർക്കുണ്ടായിരുന്നു. അവസാനം വന്നു, വസ്ത്രദാനം നൽകി. പാഞ്ചാലി കൃഷ്ണ എന്ന് വിളിച്ചപ്പോൾ വസ്ത്രം കൊടുക്കുകയും ചെയ്തു. പിന്നെ ഒരിക്കലും ഇതേ സംബന്ധിച്ച് എന്താ ഭീഷ്മരെയും ഉണ്ടാതിരുന്നത് എന്ന് കൃഷ്ണൻ ഒരിക്കലും ചോദിച്ചിട്ടില്ല. കൃഷ്ണൻ എവിടെയും പറഞ്ഞിട്ടുമില്ല. കാരണം അധർമ്മമില്ല അവിടെ. പിന്നെ എന്തിനു പറയണം? അതേ കൃഷ്ണൻ തന്നെയാണ് ശരശയ്യയിൽ കിടക്കുന്ന സമയത്ത് യുധിഷ്ഠിരനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. രാഷ്ട്രതന്ത്രവും ധർമ്മശാസ്ത്രവും പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഭീഷ്മർ ഉപദേശിക്കുകയും ചെയ്തു. എന്നിട്ട് ഭഗവാന്റെ മുഖത്ത് നോക്കി വിഷ്ണു സഹസ്രനാമം ചൊല്ലുകയും ചെയ്തു. ഇങ്ങനെ അവസരം ഒരുക്കി കൊടുത്തത് കൃഷ്ണനാണ്. ഒരു പാപിക്ക് എങ്ങനെയൊക്കെ അവസരം ഉണ്ടാക്കി കൊടുക്കുക? ഉണ്ടാകുമോ? ഇല്ല. അപ്പം ഇതിൻ്റെ അർത്ഥം എന്തെങ്കിലും ഒരു ഭാഗം കേട്ട് ഉടനെ അങ്ങോട്ട് പ്രതികരിക്കുക അല്ല. എല്ലാ ഭാഗവും ചിന്തിക്കണം. ഒരിക്കലും ഭീഷ്മർ നീ ചെയ്യരുതെന്ന് ഉറപ്പിച്ച് പറയുകയാണെങ്കിൽ ദുര്യോധനൻ കേൾക്കില്ല. പിന്നെ ആയുധം എടുക്കണം.
ആയുധമെടുത്ത് ധൃതരാഷ്ട്രരെ തടവറയിൽ കൊണ്ടുവിടണം. ഇവരൊക്കെ തടവറയിൽ ഇടുകയോ അല്ലെങ്കിൽ വധിക്കുകയോ ചെയ്യണം. അതിന് ഭീഷ്മർക്ക് കഴിയുകയും ചെയ്യും. പക്ഷേ ഞാൻ ഒരിക്കലും രാജാവകാശി ആവില്ല എന്ന് ശപഥം ചെയ്തിട്ടുണ്ട് നേരത്തെ. അപ്പം അതുകൊണ്ട് അത് ചെയ്യാൻ നിവൃത്തിയില്ല. അപ്പം അതിന് വിലയൊന്നുമില്ലേ? ഭീഷ്മരുടെ ആ ശപഥത്തിന് വിലയൊന്നുമില്ലേ? അതുകൊണ്ടും ഉണ്ടാതിരുന്നു. അതാണ് സംഭവിച്ചത്. മാത്രവുമല്ല, സ്വയം നാശം, ഇത് നാശത്തിനാണ് എന്ന് ഭീഷ്മർക്ക് ശരിക്കും അറിയാം. സ്വയം നശിക്കട്ടെ, ഇതും രാഷ്ട്രതന്ത്രമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അത് വെറുതെ പറയുന്നതാണ്. അത് പണ്ടല്ല, ഈ ആസാമിൽ വെള്ളപ്പൊക്കം നടന്നാലും, ബോംബെയിൽ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ എവിടെയെങ്കിലും റെയിൻ അപകടം നടന്നാലും നരേന്ദ്രമോദിയാണ് കുറ്റക്കാരൻ എന്നാണല്ലോ പറയുക. അക്കൂട്ടത്തിൽപ്പെട്ട ഒരു വചനം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എനിക്ക് പറയാനുള്ളതാണ്. തിരുമേനിക്ക് മനസ്സിലായി എന്ന് കരുതട്ടെ. നന്ദി, നമസ്കാരം.